കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഡൽഹിയിൽ തിരക്കട്ട ചർച്ചകൾ നടക്കുകയാണ്. മത്സരിക്കാൻ സന്നദ്ധമെന്ന് അറിയിച്ച 5 എംപിമാർ രംഗത്തെത്തിയത് നേതൃത്വത്തിന് തലവേദനയായി. എംപിമാർ മത്സരിക്കേണ്ട നിലപാട് ആവർത്തിക്കുകയാണ് KPC നേതൃത്വം. താൻ മത്സരിക്കുമെന്നത് ഊഹാപോഹമെന്നും നിലപാട് നേരത്തെ പറഞ്ഞതാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. എംപിമാർ മത്സരിക്കുന്നതിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. മത്സരിക്കാൻ ആഗ്രഹം അറിയിച്ച മറ്റു നേതാക്കളും ഡൽഹിയിലെത്തി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ 1ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അംഗീകാരം നൽകിയേക്കും. വിനിത VG വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനിത, ഇവിടെ എംപിമാർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഉയരുന്ന ചർച്ചയാണ്. ഇപ്പോഴും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്താൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണ് വിനീത? ഒന്നുകിൽ മത്സരിക്കുക അല്ലെങ്കിൽ മത്സരിക്കില്ല എന്ന് രണ്ടിലൊന്നും പറയാൻ പറ്റാത്ത എന്താണ്? ഹാഷ്മി, ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ സ്വാഭാവികമായും ഹൈക്കമാൻഡ് തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് KC വേണുഗോപാലിന്റെ വസതിയിലാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ നേതാക്കൾ, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ഇവിടെ എത്തി. അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് KC വേണുഗോപാലിനെ കാണുകയും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് 5 എംപിമാർ നിയമസഭയിൽ മത്സരിക്കാൻ സന്നദ്ധ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഷാഫി പറമ്പിൽ ഒപ്പം തന്നെ രാഘവനുണ്ട്, ഒപ്പം കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള, ബെന്നി ബെഹനാൻ അടക്കമുള്ളവരാണ് ഈ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും KPCC നേതൃത്വം ഉറച്ചു നിൽക്കുന്നത്. അതായത് എംപിമാർ മത്സരിക്കുകയാണ് എങ്കിൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് ഇന്നലെ ഈ KPCC നേതാക്കളുടെയൊക്കെ തന്നെ യോഗം ഡൽഹി കേരള ഹൌസിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ വളരെ വ്യക്തമായി തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ മത്സരിച്ചേക്കുമെന്നുള്ള ചില റിപ്പോർട്ടുകളും അത്തരത്തിലേക്കുള്ള ചില വാർത്തകളും ഒക്കെ ഉണ്ടായിരുന്നു. ഏതാണെങ്കിലും അത്തരം വാർത്തകളൊക്കെ ഊഹാപോഹമാണെന്നാണ് KC വേണുഗോപാൽ അല്പസമയം മുൻപ് അദ്ദേഹം തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്റെ നിലപാട് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരത്തിലേക്കുള്ള ചില ഊഹാപോഹങ്ങളാണുള്ളത്. പിന്നെ മത്സരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ, അതിൽ ആരെയും തെറ്റു പറയേണ്ടതില്ല. മറ്റ് എംപിമാർ, ഈ 5 എംപിമാർ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അവരോട് തന്നെ ചോദിക്കണമെന്നാണ് KC വേണുഗോപാലും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഏതാണെങ്കിലും ശരത്ചന്ദ്ര പ്രസാദ് അടക്കമുള്ള നേതാക്കൾ ഇന്ന് ഡൽഹിയിലെത്തി KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരം സെൻട്രൽ താൻ ജനിച്ചു വളർന്ന മണ്ഡലമാണെന്നും അവിടെ തനിക്ക് മത്സരിക്കാനുള്ള തന്റെ ആഗ്രഹം താൻ നേതൃത്വത്തോട് അറിയിച്ചിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ തന്നെ CP ജോൺ അവിടെ മത്സരിച്ചേക്കുമെന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ആ മണ്ഡലത്തിൽ തനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് ശരത്ചന്ദ്ര പ്രസാദ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ അജയ് തറയിൽ, ജോസഫ് വാഴക്കൻ അടക്കമുള്ള നേതാക്കൾ ഞാൻ നിൽക്കുന്ന ഈ KC വേണുഗോപാലിന്റെ വസതിയിലെത്തി അവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാണെങ്കിലും ഇന്ന് ഒരു യോഗം കൂടി ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമിതി ചേരുന്നതിന് മുന്നോടിയായിരിക്കും ആ യോഗം ഉണ്ടാവുക. അതിനുശേഷം ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ചേർന്ന് ഈ ആദ്യഘട്ട പട്ടികയ്ക്ക് അംഗീകാരം നൽകുക. പട്ടികയ്ക്ക് ഇന്ന് അംഗീകാരം നൽകുകയാണ് എങ്കിൽ പോലും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിനോടനുബന്ധിച്ച് തന്നെയായിരിക്കും ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ നമുക്ക് കോൺഗ്രസ് നേതാക്കളിൽ നിന്നടക്കം അറിയാൻ കഴിയുന്നത്. ഹാഷ്മി, വിനിത VG വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു എംപിക്ക് മത്സരിക്കാൻ ഒരു ഇളവ് കൊടുത്താൽ എല്ലാ എംപിമാർക്കും അത് ഇപ്പോൾ കേരളത്തിൽ വന്ന് മത്സരിച്ച് ജയിക്കാനുള്ള താല്പര്യമില്ലാത്തവരാണുള്ളത്. അതിലാകെ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP മാത്രമായിരുന്നു. അപ്പോൾ അതിൽ ഒരു കൺഫ്യൂഷൻ ഹൈക്കമാൻഡ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഇവിടെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അതിനിടയിൽ ഒരു തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് കഷ്ടപ്പെടുന്നു തോന്നുന്നു. എന്തായാലും KC വേണുഗോപാലിന്റെ അടക്കം നേതാക്കളുടെ പ്രതികരണങ്ങളാണ്. ഇന്ന് രാവിലെ ഞാൻ KC വേണുഗോപാൽ മത്സരിക്കാൻ വരുന്നതുകൊണ്ട് മറ്റ് MPമാർക്കും മത്സരിക്കും. ഇതൊക്കെ ഇങ്ങനെ ഊഹാപോഹങ്ങൾ അടിച്ചുവിടുന്നതിനകത്ത് എന്നോട് ആദ്യം ചോദിക്കണ്ടേ എന്റെ കാര്യം? ഞാൻ പലവട്ടം പറഞ്ഞതാണല്ലോ. ഇതൊക്കെ ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴില്ല. എന്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പാർട്ടി പിന്നെ തീരുമാനം എടുക്കുമല്ലോ. ഹൈക്കമാൻഡിനൊക്കെ കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാവും ഓരോന്നിനും. നിങ്ങൾ എന്റെ കാര്യം പറയുമ്പോൾ എന്നോട് ആലോചിക്കുക. അതങ്ങനെ പറയും. ഒരു ദിവസം ഒരു വാർത്ത പറയും, ഒരു ദിവസം വേറൊരു വാർത്ത പറയും. അവർക്ക് ആരെങ്കിലും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നൊന്നും മഹാപാതകമൊന്നും. പക്ഷെ ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ഒരു നയം ഉണ്ടാവും. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിന് യാതൊരു പ്രസക്തിയില്ല. എന്റെ പാർട്ടി എടുക്കുന്ന തീരുമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. MPമാർ മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യത്തിൽ അത് മറുപടി പറയേണ്ട കാര്യമില്ല. നമ്മൾ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് നിലപാട് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ അറിയിച്ചു. ഇന്ന് KCയെ കണ്ട് ഒന്നുകൂടെ പറഞ്ഞു. സാധ്യതാ പട്ടികയിലുണ്ടോ? അത് അവരുടെ ലിസ്റ്റ് ഇരിക്കുന്നത് എനിക്കറിയില്ലല്ലോ. പ്രതീക്ഷയുണ്ട്. അത് പ്രതീക്ഷയാണ്. നമ്മളെ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഡൽഹി വരുന്നത് പ്രതീക്ഷയോടുകൂടിയാണ്. ഓക്കെ, അപ്പോൾ തീരുമാനമായതിനു ശേഷമായിരിക്കും ഒരുപക്ഷെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ഉണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.